എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറുപയർ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആട്ടോ. നമുക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കണേക്കാളും വ്യത്യസ്തമായിട്ട് ചെറുപയറാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണും, ഈ കിറ്റിലൊക്കെ ചെറുപയർ കിട്ടിയതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ചെറുപയർ നല്ലോണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളമെല്ലാം ഒന്ന് വാർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണം നമുക്ക് വേണ്ടത് തേങ്ങ. അപ്പോൾ ഇത് പച്ച തേങ്ങയാലും കുഴപ്പമൊന്നുമില്ല, അത് വറുത്തെടുക്കാൻ കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ ഇത് കൊപ്രയാട്ടോ, ഉണങ്ങിയ തേങ്ങയില്ലേ, അത് നന്നായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. വറുക്കുന്നതിന് മുമ്പ് തന്നെ പൊടിച്ച് വെച്ചേക്കുകയാണ്. എന്നിട്ട് നമ്മളിത് വറുത്തെടുക്കാൻ എളുപ്പമുണ്ട്, പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. പിന്നെ മുളക്, ഉണക്കമുളക്, അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനാണ്. പിന്നെ എൻ്റെ സവോള, പുളി, ഇഞ്ചി, പിന്നെ കായം ഇല്ലെങ്കിൽ കായപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ചെറുപയറും പുളിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിന് പുളി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുത്തു കണ്ടോ. കായവും സവാള, ഇഞ്ചി, മുളക് എല്ലാം വറുത്തെടുത്തു. പിന്നെ ഈ കൊപ്ര പൊടിച്ച് വെച്ചേക്കണതും വറുത്തെടുത്തു. ഇനി പ്രത്യേകിച്ച് ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല, അത് സെപ്പറേറ്റ് നമ്മൾ വച്ചാൽ മാത്രമേ. കണ്ടോ, നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കണതാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്ത ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. പുളിയും ആ കൊപ്രയുടെ ഒരു മധുരവും പിന്നെ ഉപ്പോ എരിവോ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റാട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.